20-22 വരെ ക്ലിനിക്കിലായിരുന്നു എൻ്റെ സ്റ്റേ. കാലത്ത് സ്റ്റാഫ് വരുന്നേക്കാളും മുന്നേ റെഡിയായി കുട്ടപ്പനായിട്ട് നിൽക്കും. പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് മാറി ബാക്കിലൊരു കിച്ചൺ ഉണ്ട്, അവിടെ കുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റെ ബെഡിൽ കിടക്കും. ഇതായിരുന്നു ഒരു രീതി. ഞാൻ പലവട്ടം നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിലും ആ കരഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. സ്വന്തം വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു അപകർഷതാബോധമില്ല. ഇതെന്താ ഞാൻ ചൂസ് ചെയ്ത് തെറ്റായി പോയോ, ഞാൻ ഇനി എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. 4 വർഷം പാഴായി പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. പക്ഷെ അത്യാവശ്യം ഇതിലും പഠിക്കാനുണ്ട്. ബ്രൂട്ടൽ ഗെയിമാണ്. ശരി, ബ്രൂട്ടൽ ഗെയിമാണ്, അതിലൊരു മാറ്റമില്ല. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു 20 മിനിറ്റ് മതി നിങ്ങളുടെ നടുവേദന മാറാൻ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതി കഴുത്തുവേദനയും കൈവേദനയും വിട്ടൊഴിയുവാൻ. പരസ്യവാചകങ്ങളുടെ കൂമ്പാരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും. പലയിടത്തും പോകും, പല കാര്യങ്ങളും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സംശയങ്ങളുടെ വലിയ കൂമ്പാരമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ന് അതിനെല്ലാം പരിഹാരമായിട്ട് ഒരു സംരംഭകൻ നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ വേദനകളും പരിഹരിക്കേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് ശാസ്ത്രീയമായ അടിത്തറ എന്താണ് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ സംസാരിക്കുന്ന അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. ആ അതിഥി മറ്റാരുമല്ല, ഓൾ ഫിസിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ കേരളക്കരയൊട്ടാകെ വിപ്ലവം സൃഷ്ടിച്ച ആഷ്കി ടോമിയാണ്. സ്വാഗതം ആഷ്കി, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കാലത്ത് ഒരു പരിചയമുണ്ട്. എനിക്ക് കുരിയച്ചിറക്കാരനാണ്, തൃശ്ശൂരുകാരനാണെന്നൊക്കെ അറിയാം. എങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ തുടക്കവും കാര്യങ്ങളും എല്ലാം? ഈ ഫിസിയോതെറാപ്പിയിൽ വന്നതാണോ അതോ അല്ല, എവിടെ നാട്ടിലെ വിശേഷങ്ങളിൽ നിന്ന്? നാട്ടിലെ തൃശ്ശൂർ കുരിയച്ചിറയാണ് വീട്. കുരിയച്ചിറ തന്നെയായിരുന്നു എൻ്റെ ലോകം. അതിനുശേഷമാണ് പിന്നെ 10ാം ക്ലാസ്സൊക്കെ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്. +2 അവിടെ തന്നെ പഠിച്ചത്. അതിനുശേഷമാണ് അങ്കമാലി LF ഫിസിയോതെറാപ്പി പഠിക്കാനായിട്ട് ഞാൻ. ഭയങ്കര പഠിപ്പിച്ചായിരുന്നു ചെറുപ്പം? ഇല്ല, തീരെ പഠിപ്പിച്ചല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു +2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കമാലി LF ഇപ്പോഴത്തെ ടീച്ചർമാരെ ഈ ഇൻ്റർവ്യൂ കാണാനുണ്ടെങ്കിൽ മനസ്സിലാക്കും ദാറ്റ് ഒരു ബുക്കും എല്ലാ സബ്ജക്റ്റും എഴുതുന്ന ശീലമുണ്ടല്ലോ, എല്ലാ കോളേജ് പിള്ളേർ പോലെ തന്നെ ഒരു പയ്യൻ തന്നെയായിരുന്നു. എന്നാൽ വലിയ അലമ്പലൊന്നുമില്ല, ചെറിയ അലമ്പലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തോക്കുമായിരുന്നു. എന്നാൽ സമയങ്ങളിൽ പാസ് ഔട്ടായി വരുമായിരുന്നു. ഇടിക്കും ബഹളത്തിനും ഇല്ല, അങ്ങനത്തെ പരിപാടികൾക്കൊന്നുമില്ല. ഒരു കാമൻ ക്വയറ്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ എന്താ പറയുക, ചില കാര്യങ്ങളിലൊക്കെ നല്ല ചങ്കുറ്റത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുക, ഒരു കമ്മിറ്റി ഓർഗനൈസ് ചെയ്ത് പ്രോഗ്രാമുകളൊക്കെ നടത്തുക, അങ്ങനത്തെ ഇതിലൊക്കെ നല്ലോണം ചെയ്തായിരുന്നു. ഒരു സമാധാനപ്രിയനായിരുന്നു. അതെ, തീർച്ചയായിട്ടും. പഠിക്കാൻ മെഡിക്കലല്ലായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഫിസിയോതെറാപ്പിയുടെ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം? ഡോക്ടർ ആവാനായിട്ട് ഇപ്പം ഒന്നുകൂടി പഠിക്കണ്ടേ, അതിനേക്കാളും നല്ല ഫിസിയോതെറാപ്പിയാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ മനസ്സിലാക്കിയത് അതിലും നന്നായിട്ട് പഠിക്കാനുണ്ട് എന്നുള്ളത്. ഡോക്ടർ ആവാനായിട്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ടാസ്ക് ആണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. പക്ഷേ അത്യാവശ്യം ഇതിലും പഠിക്കാനുണ്ട്, എളുപ്പമൊന്നുമല്ല. എത്ര വർഷത്തെ കോഴ്സ് അത്? ഞാൻ 4.5 കൊല്ലം പഠിച്ചത്. 4.5 കൊല്ലം പഠിച്ചു. അതെ. ആ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോയി? ഞാൻ അങ്കമാലി LF പഠിച്ചതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ഫിസിയോതെറാപ്പി വിട്ടു. കാരണം അതിനൊരു ചാം ഞാൻ കണ്ടില്ല. ഒരു ഉഴിച്ചിലുകാരൻ, പ്രൊഫഷണലി ഒരു ഭംഗിയില്ല. അതെ, അത് പുറമെയുള്ള ആൾക്കാർ പറയുന്നത് മാത്രമല്ല, സ്വന്തം വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു അപകർഷതാബോധമില്ല. ഇതെന്താ ഞാൻ ചൂസ് ചെയ്ത് തെറ്റായി പോയോ എന്നുള്ളതും. പിന്നെ ആ സമയത്ത് എനിക്കൊരു ലൈം ലൈറ്റിൽ വെക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു സ്ഥാപനമോ ഫിസിയോതെറാപ്പിനെ ബന്ധപ്പെട്ടിട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കോട്ടക്കല ഒഴിച്ചു കേന്ദ്രമാണ് പരമാവധി എത്താവുന്ന ഒരിടം. അതെ. അപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇനി എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പതുക്കെ ഫിസിയോതെറാപ്പി കംപ്ലീറ്റ്ലി പിന്മാറി. 4 വർഷം പാഴായി പോയി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അപ്പൻ്റെ ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു, PVC പൈപ്പ് എന്ന് പറയുന്നത്. കച്ചവടക്കാരനായിരുന്നു? അല്ല, അപ്പം ബാങ്ക് മാനേജറായിരുന്നു. പക്ഷേ ബാങ്ക് മാനേജറും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു കച്ചവടം തുടങ്ങിയായിരുന്നു ആൾ. അപ്പോൾ അത് പൈപ്പ് മാനുഫാക്ചറിങ് ആയിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ പതുക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് പുറമെ പോയി പഠിക്കാനായിട്ട്.
ഈ ചുമ്മാ നമ്മൾ എറണാകുളത്തേക്കൊക്കെ വരാനായിട്ട് കുറേ ചാൻസുകൾ നമ്മൾ നോക്കുമല്ലോ. അതായത് ഇപ്പോൾ എക്സ്പോ നടക്കും, ഈ സാന്റാമോണിക്കേൻ്റെ എക്സ്പോസ് നടക്കും, അല്ലെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു ലേബർ ഇന്ത്യൻ്റെ ഒക്കെ എക്സ്പോസ് നടക്കും. അപ്പോൾ ഈ ഫോറിൻ ഡെലിഗേറ്റ്സ് വരും ഈ പല കോളേജിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ അഡ്മിഷൻ ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. എല്ലാ ക്രൗഡിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പൂണ്ട് വിളയാടി സ്വാഭാവികമായ ഒരു നമ്മുടെ യുവത്വത്തിന്റെ. അതെ, അപ്പം തൃശ്ശൂരിൽ നിന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് വരണമല്ലോ. പിന്നെ ഒന്ന് കൊച്ചി നല്ല അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഈ കാരണം പറയാൻ പറ്റുള്ളൂ. അപ്പം അത് പറഞ്ഞ് ഇവിടെ വരും. ഇവിടെ വന്ന് 1-2 എക്സ്പോസുകൾ ഇതേപോലെ അറ്റൻഡ് ചെയ്തപ്പം ഒരു എക്സ്പോയിൽ അത്യാവശ്യം നല്ലൊരു നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. എന്തില്ല ഈ ഉഴിച്ചിൽ തന്നെ ഉഴിച്ചിലല്ല, അതെ, മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി എന്നുള്ളതിൽ. അപ്പം ഈ പറഞ്ഞല്ലേ ഈ ഉഴിച്ചിൽ തന്നെ ഉള്ളത്. ഈ കാഴ്ചപ്പാട് എനിക്ക് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ UK ചെന്നപ്പോഴാണ് നമുക്ക് നാട്ടിൽ ഈ കാഴ്ചപ്പാട് മാറാൻ തക്കതായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒഴിച്ചിലും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതെ, അത് ആൾക്കാർ കുഴപ്പമില്ല. നമ്മൾ അതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആൾക്കാർ അതിനനുസരിച്ച് ഒരു ബെഞ്ച് മാർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ബെഞ്ച് മാർക്ക് എനിക്ക് UK പോയപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ ഉഴിച്ചിൽ നമ്മുടെ ഒരു മേഖലയില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ പൈപ്പിലേക്ക് പോണേ. നമ്മൾ പൈപ്പൊക്കെ എടുത്ത് സെറ്റായി. അപ്പൊ വീണ്ടും ഈ ഉഴിച്ചിലുമായിട്ട് UK പോകുന്ന UK കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പഠിക്കുക. തീർച്ചയായിട്ടും UK പോയി അന്ന് ഒരു 2-3 കൊല്ലം അടിച്ചു പൊളിക്കാം, തിരിച്ചു വരാം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഓപ്പർച്യൂണിറ്റി ആണല്ലോ എല്ലാം. അപ്പം പെട്ടെന്ന് തന്നെ ഈ എന്താ പറയുക, ജോലി എടുത്ത് പൈസ സമ്പാദിച്ച് വീട്ടിലോട്ട് കൊടുക്കേണ്ട ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫാദർ പറഞ്ഞു നീ UK കണ്ടിട്ട് വേണം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പഠിച്ചിട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ ഇപ്പം അപ്പൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പറയാണ്, പൈസ ജോലി ഉണ്ടാക്കി പൈസ വീട്ടിലോട്ട് അയച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്ന് എൻ്റെ അപ്പൻ്റെ മുന്നിൽ വെച്ച് പറയണമെങ്കിൽ അപ്പൻ നല്ല പട തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പന് ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ ഞാനൊന്ന് സെറ്റിൽ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് UK പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് വരുന്നത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഈ ഒരു മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷന് വേറൊരു തലമുണ്ട് അല്ലെങ്കിൽ വേറൊരു ആസ്പെക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും ഇത് വേറൊരു വിപ്ലവം സൃഷ്ടിക്കാം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം പിന്നെ ഞാൻ അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു. കാഴ്ചപ്പാടെ മാറുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് ഉഴിച്ചിലുകാരനല്ല, നന്നായി മാറി, പ്രൊഫഷണലി ഒരു സെറ്റപ്പ് ഉണ്ടെന്നൊക്കെ തിരിച്ചറിയാണ്. നന്നായി മാറിയായിരുന്നു. അതെ, എസ്പെഷ്യലി പഠിക്കുന്ന സമയത്ത് ഈ റഗ്ബി ടീംസിനൊക്കെ പോകുമായിരുന്നു. അപ്പം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ബ്രൂട്ടലാണ്, നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ചില ഇഞ്ചുറീസ് നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ കാഷ്വാലിറ്റിക്ക് കൊണ്ടുപോകാം, സർജറി ഒക്കെ ആയിരിക്കും. ചിലതിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഡിസ്ലൊക്കേഷൻ ആയിരിക്കാം, പിടിച്ചിട്ട് അതിനൊന്ന് സ്ട്രാപ്പ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞ് അവരെ വീണ്ടും ചിലപ്പോൾ ഇറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കാം. ബ്രൂട്ടൽ ഗെയിമാണ്. ശരി, ബ്രൂട്ടൽ ഗെയിമാണ്, അതിലൊരു മാറ്റമില്ല. അപ്പം അതൊക്കെ ഒരു വലിയൊരു എക്സ്പോഷറായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കോളേജ് സമയത്തൊന്നും ഞാൻ ഇതേപോലെ ഒന്നും കണ്ടിട്ടില്ല. ആ കൂടിയുള്ളത് ബാസ്കറ്റ്ബോളോ ക്രിക്കറ്റിനോ പോകുമ്പോൾ ഒരു വോളിനി ഉണ്ടാവും, ഒരു ഐസ് പാക്കും ഉണ്ടാവും. വേറെ ഫിസിയോതെറാപ്പീൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതായിരുന്നു ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ലോകം ഉണ്ടായിരുന്നത്. അപ്പം അതിനാ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഈ റഗ്ബി അതേപോലെ അവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റ്സിനൊക്കെ ഞാൻ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഫിസിയോസ് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു രോഗം മാറ്റുന്നതും അല്ലെങ്കിൽ പ്ലെയറിനെ എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതും ബാക്ക് ടു ട്രാക്ക് എത്രയും പെട്ടെന്ന് അവരെ ഇതിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് ആ എഫേർട്ട് ഒന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഇതിൽ നമുക്കൊരു പണിയെടുക്കാനുണ്ട്, നമ്മളൊന്ന് ഉഴുതു മറിക്കുമെന്ന്. തീർച്ചയായിട്ടും. അതെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടി, കാഴ്ചപ്പാട് മാറി, അങ്ങോട്ട് യാത്ര തിരിച്ചു. പഠിത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി പഠിത്തം കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിൽ പോയി NHS വർക്ക് ചെയ്യാനായിട്ട്. NHS ഒരു 2 കൊല്ലം വർക്ക് ചെയ്തു. അപ്പം പഠിത്തം കഴിഞ്ഞ വർഷം തന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നിട്ടില്ല. നല്ല ജോലിയായിരുന്നു. ഒരു 3-4 ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്നു. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാക്സിമം വർക്ക് ചെയ്താൽ മതി. പിന്നെ സ്കോട്ട്ലൻഡ് അല്ലേ, അത്യാവശ്യം കാണാനും ഭംഗിയുള്ള സ്ഥലം. അതെ, ബാച്ചിലറായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ലൈഫും മറ്റേ സിംഗിൾ സ്കോച്ചും വിസ്കിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന സ്ഥലം. പിന്നെ എന്ത് വേണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോഴേ, ഒരു സമയം കഴിഞ്ഞപ്പം
എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോണ ഒരു പ്രൊസീജിയറിൽ ഞാൻ വീണപ്പെട്ട പോലെയാണ്. അതായത് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എനിക്ക് കാര്യമായിട്ടൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ സിഗ്നേച്ചറിന് ഒരു വാല്യൂ വേണം, ഞാൻ ഇടുന്ന സിഗ്നേച്ചറിന് ഒരു വാല്യൂ ഉണ്ടാവണം. അല്ലാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല, ഒരു ഓർഗനൈസേഷൻ അതിനൊരു ഒരു ഒരു കനം വേണം, ഒരു ലെഗസി ഉണ്ടാക്കണം. സോ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിസ്റ്റത്തിൽ തന്നെ നിന്നിട്ട് പറ്റില്ല. പിന്നെ നാട്ടിലോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഈ ലെഗസി ഉണ്ടാക്കാനായിട്ട് നാട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇല്ല, ലെഗസി ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിലോട്ട് വെച്ച് പിടിച്ചതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരു മാസം മുന്നേ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കേരളം കറങ്ങി ഇവിടുത്തെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാൻ നോക്കി, വല്ല ഇൻഡിവിജ്വൽ ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കി, ബാംഗ്ലൂരും പോയി, കോയമ്പത്തൂരൊക്കെ ചുമ്മാ നാട്ടിൽ വരുമ്പോൾ ഇവിടെയൊക്കെ പോകുമല്ലോ. അപ്പം അങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ആസ് എ പ്രൊഫഷൻ എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് മനസ്സിലാക്കിയപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് അവിടെ ഉള്ളത് എന്താണോ അത് ഇങ്ങോട്ട് നാട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ക്ലയൻസ്. അത് യൂട്ടിലൈസ് ചെയ്യാനും മനസ്സിലാക്കാനുള്ള ക്ലയൻസ് ഇവിടെ ഉണ്ട്. അവർക്ക് സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർക്കത് മനസ്സിലാവാത്തതും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അതെ. അപ്പോൾ ആദ്യം നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് തിരിച്ച് UK പോകാണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് ഒരു ക്ലിനിക്ക് തൃശ്ശൂർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ടൗണിൽ തന്നെ തുടങ്ങിയോ? ടൗണിലല്ല, ഇൻസൈഡ് ഒരു ഹോസ്പിറ്റൽ, പേര് അലേവിയോ ഫിസിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 years റൺ ചെയ്തു. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് അത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഈ ഹോസ്പിറ്റലായിട്ട് ഡീണ്ടാവേണ്ടി വന്നു. അത് കുറേ കാര്യങ്ങൾ അതിൽ മിക്സ് മാച്ച് ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, പാർട്ട്ണറുണ്ട്, എല്ലാത്തിൻ്റെ ഒരു മിക്സ് മാച്ച്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും മിസ് മാച്ച് ചെയ്ത് വന്നു. അതൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇനിയിപ്പം അവരുടെ പ്രശ്നം ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം ആയിരിക്കില്ല. അതായത് എൻ്റെ ഗ്രോത്ത് അവിടെ കഴിഞ്ഞു, ആരോ വേറെ ഒരാൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് നീ അവിടെ നിന്ന് ഇറങ്ങ്, വേറെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതായത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടക്കുന്നു. തീർച്ചയായിട്ടും നമ്മളതിനെ കൈക്കുഞ്ഞായി കാണുന്നു, വളർത്തുന്നു, വലുതാക്കുന്നു. തീർച്ചയായിട്ടും ഇത് വളർത്തി വലുതാക്കിയിട്ട് ഇത് പെട്ടെന്നൊരു ദിവസം എറിഞ്ഞു കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വന്ന് നിൽക്കുകയാണ്. എന്തായിരുന്നു വികാരം? തോറ്റുപോയെന്നാണോ ജയിച്ചു എന്നാണ്? ഞാൻ ആ ബോർഡ് മീറ്റിങ്ങിൽ ഇന്ന് മുതൽ അലിവി ഫിസിയോ ഇവിടെ നടത്തണ്ട എന്ന് പറയുന്ന ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ ഇരുന്നപ്പം ഞാൻ പലവട്ടം നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിലും ആ കരഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ആ ബോർഡ് മീറ്റിങ്ങിൽ കരഞ്ഞ് ഇറങ്ങി വരുന്നത് എനിക്ക് അന്നത്തെ ആ ബോർഡ് മീറ്റിങ്ങിലുണ്ടായ ആൾക്കാരുടെ മുഖവും എങ്ങനെയാണ് അന്നത്തെ ഡ്രസ്സും ഷർട്ടും എല്ലാം എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. അപ്പം അതെൻ്റെ മനസ്സിൽ നന്നായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ എന്തെങ്കിലും തീരുമാനം എടുത്തു, ഒരു ദൃഢമായ തീരുമാനം ഉണ്ട്? തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്നെ പിന്നോട്ട് വയ്ക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തത് പിന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം ഉണ്ടായിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ എങ്ങോട്ട് പോകുന്നുള്ളതോ എന്ത് ചെയ്യുന്നുള്ളതോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഇതിനേക്കാളും മേലിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് വൺ ഡേ ഇവർ കാണുന്ന രീതിയിൽ. ആ കഥയ്ക്കൊരു ഇവിടെ കഥ നമ്മൾ വന്നതിൻ്റെ ചെറിയ ബ്രേക്ക് ഇടുകയാണ്. അന്ന് ആ ഇറങ്ങിപ്പോന്ന പയ്യൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്? എന്താണ് കയ്യിൽ സ്വന്തമായിട്ടുള്ളത്? ഇന്ന് നമുക്ക് 6 ബ്രാഞ്ചസ് ഉണ്ട്. കൊച്ചിയിൽ 4 ട്രിവാൻഡ്രത്ത് 2 ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, വേറെ 180 സ്റ്റാഫ് ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ NABH അക്രഡിറ്റഡ് ആയി, വിച്ച് ഈസ് ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽസിനുണ്ട്, ഞാനതല്ല പറയണേ, ഞാൻ പറയുന്നത് ഇൻഡിവിജ്വൽ ഫിസിയോതെറാപ്പി ക്ലിനിക്സിന് NABH അക്രഡിറ്റേഷൻ ആദ്യത്തായിട്ട് ഇന്ത്യയിൽ കിട്ടുന്ന ക്ലിനിക്ക് ആക്കുടി വോൾഡ് ഫിസിയോയാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കരഞ്ഞിറങ്ങിയവൻ കോടികളുടെ വിറ്റുവരവും വലിയ ബ്രാൻഡും വലിയൊരു സാമ്രാജ്യവും സൃഷ്ടിച്ചു എന്ന് പറയാം. ആയിട്ടില്ല, ഓൺ ദ വേ. പക്ഷേ ഡെഫിനറ്റ്ലി പറഞ്ഞത് ശരിയാവട്ടെ, ഞങ്ങൾ അതിൻ്റെതായ പ്രോസസ്സിൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ. ഓക്കെ, നമുക്ക് വീണ്ടും കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു 30. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്തത്? ഈ കാണുന്ന സാമ്രാജ്യം സൃഷ്ടിക്കാൻ എന്താണ് ചെയ്തത്? തോട്ട് പ്രോസസ്സായിരുന്നു. അതായത് എങ്ങോട്ട് പോവും എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ഇൻഡിവിജ്വൽ ക്ലിനിക്ക് ഇടണം. ഫിനാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു,
ആളായിട്ട് ഈ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യായിരുന്നു നന്നായിട്ട് തന്നെ. ആളുടെ ഐഡിയാസ് ഷെയർ ചെയ്യും, ഞാൻ എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ കൊച്ചിയിലോട്ട് പോവാം. കൊച്ചിയാണ് മൊത്തത്തിൽ ഒരു ഹബ്ബുള്ളത്, IT നെറ്റ്വർക്കും IT ആൾക്കാരുള്ളത്. ഇത്രയും കൂടിയും ഇതിനെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ ലോകം 2 സ്ഥലത്തുണ്ട്. ഒന്നിലേക്ക് പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഠിച്ച ആൾക്കാർക്ക് സർവീസ് കൊടുക്കാം. ഏറ്റവും എളുപ്പം പഠിച്ച ആൾക്കാർക്ക് സർവീസ് കൊടുക്കണ്ട, കാരണം അവർക്ക് അറിയാം ഇതിനെക്കുറിച്ചിട്ട്. നല്ലൊരു സ്ഥാപനം കിട്ടിയാൽ മതി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക്. അതെ അതെ. അപ്പോൾ കൊച്ചി എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് സ്ഥലമൊക്കെ ഓൾറെഡി കണ്ടുവച്ചായിരുന്നു. ഞാനെൻ്റെ ഐഡിയാസൊക്കെ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിച്ചു. പാർട്ട്ണറിൻ്റെ പേര് ജേക്കബ് പുലിമുട്ടിൽ നിന്നാണ്. പുലിമുട്ട് സിൽസിൻ്റെ ഓണറാണ്, തൃശ്ശൂർ ഉള്ളതാണ്. അപ്പം ആൾക്കും അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ആളുടെ പാരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളൊപ്പം ജോയിൻ ചെയ്തു. ഒരുമിച്ച് അങ്ങനെ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ആലോചിച്ച് കുറേ കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് വോൾ ഫിസിയോ എന്ന് പറഞ്ഞ ഒരു പേര് ഒരു കുഞ്ഞിനെ നമ്മൾ. ഗംഭീരമായിട്ടുള്ളൊരു പേരാണ്, കാരണം ഭയങ്കര രസമുള്ളൊരു പേരാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ കാക്കനാടോടെ പോകുമ്പോൾ ഈ പേര് കാണും. ഈ പേരിന് നമുക്കെല്ലാം മനസ്സിലാകുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഗംഭീര പേരാണ്. താങ്ക് യു. അങ്ങനെ പേരിട്ടു. അതെ, ആ ഒരു പേരിട്ട് പിന്നെ നമ്മൾ ഒരു 2015 പനമ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു. ഇറ്റ് ടുക്ക് അറൗണ്ട് 2020-22 വരെയൊക്കെ നല്ലൊരു സ്ട്രഗിൾ തന്നെയാണ് പോയത്. കസ്റ്റമറെ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഓർക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി. എൻ്റെ തൃശ്ശൂരുകാരനാണ്. കൊച്ചിയിൽ വന്നൊരു ക്ലിനിക് ഇട്ടുകൊണ്ട് എന്നെ ആരും അറിയുന്നില്ല, വോൾ ഫിസിയോ ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടായിരുന്നത് നേവിയിൽ നിന്ന് കുറേ പേര് തൃശ്ശൂർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ അവരാണ് നമ്മുടെ മെയിൻ സ്പോർട്സിലത്തെ പിള്ളേർ. ആൽബർട്ട്സ് കോളേജ്, അങ്ങനെ കുറച്ച് മേഴ്സിക്കുട്ടി അമ്മേൻ്റെ അവിടെ നിന്ന് കുറേ പേര് വന്നായിരുന്നു. അങ്ങനെ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിൽ നിന്ന് വരാറുണ്ടായിരുന്നു. ലാഭത്തിലായിരുന്നു ആ സമയത്ത്. ലാഭത്തിൽ ബ്രേക്ക് ഈവൺ ആയിരുന്നു. ബ്രേക്ക് ഈവൺ എന്ന് പറയാം. ഭയങ്കര ലാഭം ഒന്നൊന്നുമില്ല, കാരണം സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചാർജ് ചെയ്യാനും പറ്റില്ല. നമ്മളൊരു മോഡറേറ്റ് ലെവലിലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ആയിരുന്നു. ബ്രേക്ക് ഈവൺ ആയിരുന്നു, ഡെഫിനറ്റ്ലി ആയിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തായിരുന്നില്ല. നമുക്ക് ആ കൂടി ക്യാമ്പുകൾ മാത്രമേ നടത്തിയായിരുന്നുള്ളൂ. ചിലപ്പോൾ പള്ളികളത്തെ ക്യാമ്പായിരിക്കാം. ഞാൻ തന്നെ ബ്രൗസർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തൊക്കെ 2015 തൊട്ട് 2022 വരെ ഞാൻ തന്നെയാണ് ക്ലിനിക്കിലായിരുന്നു എൻ്റെ സ്റ്റേ. കാലത്ത് സ്റ്റാഫ് വരുന്നേക്കാളും മുന്നേ റെഡിയായി കുട്ടപ്പനായിട്ട് നിൽക്കും. പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് മാറി ബാക്കിലൊരു കിച്ചൺ ഉണ്ട്, അവിടെ കുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റെ ബെഡിൽ കിടക്കും. ഇതായിരുന്നു ഒരു രീതി. അത് ഒന്ന് പൈസ സേവ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പാഷനാണ്. അതെ. ഇപ്പോൾ ഒരു ക്ലീനിങ് സ്റ്റാഫിൽ ലീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് വലിയൊരു പ്രശ്നമല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ പോയായിരുന്നു. അപ്പം പനമ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു പാടാണ്. അതായത് ഒരു ഫിസിയോതെറാപ്പി ഒരു പ്രൊഫഷനിൽ നിന്ന് ഒരു ഓൺടർപ്രണറിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഒരു പീപ്പിൾ മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും പിന്നെ എന്താ പറയുക, നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ പല കുപ്പായങ്ങൾ ആപ്റ്റായിട്ടുള്ള സമയത്ത് 24 മണിക്കൂറിൽ മാറേണ്ടി വരും. എല്ലാ ജോലിയും അതെ, തൂപ്പ് മുതൽ മുകളിലേക്ക് എല്ലാം ചെയ്യാൻ തയ്യാറാകുന്നവനാണ്. പാഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഇതാണ് ദാറ്റ് 24 മണിക്കൂറിൽ ഓരോ കാറ്റഗറി മണിക്കൂർ വെച്ചിട്ട് വേഷം മാറിക്കൊണ്ടിരിക്കണം. അതിന് അനുസരിച്ച് തയ്യാറുണ്ടെങ്കിൽ ആ പാഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കാണിക്കാൻ പറ്റും. എൻ്റെ ജേണിയിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. ഓക്കെ, ഈ 2019 വരെ സ്ട്രഗിൾ ആയിരുന്നു. 19 കഴിയുമ്പോൾ പിന്നെ കോവിഡ് വരുവാണ്. അതെ, അപ്പോൾ സ്ട്രഗിൾ കൂടിയോ? ഇത്തിരി വലിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്ഥാപനങ്ങളിനെ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് വന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഒരു 60-70% വരെ നമുക്ക് ഫങ്ഷണലാക്കാൻ പറ്റി, ഓടിപ്പോകാൻ പറ്റി. അതെ, അതായത് ഒരാളുടെ സാലറിയും നമുക്ക് മുടക്കേണ്ടി വന്നിട്ടില്ല. കോവിഡ് സമയത്തും നമുക്ക് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു ആശ്വാസമാണ്. ലാഭമോ എക്സ്പാൻഷൻ പ്ലാനോ അതൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും ഈവൻ റെൻ്റ് അടക്കം ഓരോ ക്ലിനിക്കിന് റെൻ്റ് അടക്കം നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റി. അപ്പം അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഈ പനമ്പള്ളി നഗർ ആ ഒരു പൊസിഷനിലിരിക്കുന്നു. പിന്നെ വരുന്നത് കാക്കനാടാണ്. അതെ, ഈ കാക്കനാടേക്ക് വരുന്നത് ഏത് കാലഘട്ടത്തിലായിരിക്കും? 2022 ആ ഒരു
കാലഘട്ടം അതാണ്. കാരണം അത് 2015 തൊട്ട് 22 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ടാണ് നമ്മളൊരു രണ്ടാമത്തെ ഒരു ബ്രാഞ്ചിലോട്ട് വരുന്നത്. കാരണം ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലായിരുന്നു. നമ്മളൊരു സ്റ്റാൻഡ് അലോൺ ക്ലിനിക്കാണ്, ഫിസിയോതെറാപ്പി ക്ലിനിക്കാണ്. ഒരു ഹോസ്പിറ്റലോ ഒരു ഡോക്ടേഴ്സോ ടൈപ്പ് ഇല്ല. അന്ന് നമ്മൾ ഇറക്കി വിട്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഇനി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എന്നുള്ളത്. അപ്പം അത് കാരണം തന്നെ എനിക്കറിയാൻ വയ്യ. അത് കാരണം തന്നെ ഒരു ഡോക്ടേഴ്സോ ഒരു ഹോസ്പിറ്റലോ ഒന്നുമായിട്ട് ടൈപ്പില്ല. വന്നിക്കുന്ന ഓരോ പേഷ്യൻസും വന്ന് റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസിൻ്റെ ബേസിസിൽ തന്നെയാണ് വളർന്നത്. പിന്നീടാണ് നമ്മൾ സോഷ്യൽ മീഡിയ കുറച്ചും കൂടിയും ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും അതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയതും. പിന്നെ കാക്കനാട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതല്ല, പെട്ടെന്ന് കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവായിട്ട് ഒരു റേറ്റ് കുറഞ്ഞ ഒരു ബിൽഡിങ്ങിലോട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്താൽ മതിയില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെയും പാർട്ട്ണറും ചിന്ത. കാരണം ഫിസിയോതെറാപ്പിയാണ്, ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മോളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് വരും, ഓൺലൈനിൽ പ്രസൻസ് മതി എന്നുള്ളതായിരുന്നു. പക്ഷേ കാക്കനാട് തുടങ്ങിയപ്പം നമുക്ക് പനമ്പള്ളി തുടങ്ങിയത് ഒരു 3 മാസം ബ്രേക്ക് ഈവൺ ചെയ്യാൻ സമയമെടുത്തെങ്കിൽ കാക്കനാട് ഒരു മാസം ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് ബ്രേക്ക് ഈവൺ ആയിരുന്നു. വോക്കിൻസ് വന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാക്കനാട് നിന്നും പനമ്പള്ളിക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അതും കുറയ്ക്കാൻ പറ്റി. പിന്നെ നമ്മുടെ പ്രസൻസ് ശരിക്കും വിസിബിലിറ്റി ശരിക്കും കൂട്ടാൻ പറ്റി. ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും. അതെ, ഉള്ളിൽ എന്നതാപ്പാ നടക്കുന്നത്. അതെ. ഒന്ന് ആ സമയത്ത് റെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേടി തന്നെയായിരുന്നു, ഇത്രയും റെൻ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. എടുത്ത പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി. നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ട ആൾക്കാരല്ല, ലൈം ലൈനിലോട്ട് തന്നെ വരണം, ആൾക്കാർ കാണണം, ആ വാക്കിൻ എന്നാലേ അവർക്കൊക്കെ അറിയുള്ളൂ അത് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നുള്ളതും ഉള്ളിലോട്ട് വരാം എന്നുള്ളതും. ഇതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിന് ശേഷം പിന്നെ നമ്മൾ പാലാരിവട്ടം ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉള്ളിലോട്ട് കയറിയിട്ട് അതെ. അത് റീസൺ വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ പുറത്ത് തന്നെ നോക്കിയായിരുന്നു, വലിയൊരു ലൈം ലൈറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ നോക്കിയപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വീടായിരുന്നു, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് 2 ഓപ്പൺ ചെയ്തു. ഒന്ന് കവടിയാറും ഒന്ന് ശ്രീകാര്യം, പിന്നെ കമ്പനിപ്പടി. ഈ കഴിഞ്ഞ കൊല്ലം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാരത്തോൺ ആയിരുന്നു. കാരണം 2 ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത്, 1 ക്ലിനിക്ക് കമ്പനിപ്പടിയിൽ, ഒരു കോർപ്പറേറ്റ് ഓഫീസ് പാലാരിവട്ടത്ത് തന്നെ നമ്മൾ ആ ക്ലിനിക്ക് തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു NABH, അങ്ങനെ ഒരു 5 സംഗതികൾ കഴിഞ്ഞ കൊല്ലം ഒരു വലിയൊരു മാരത്തോൺ ആയിരുന്നു. ഫാസ്റ്റ് റൺ ചെയ്യാം. ഇതുവരെ പതുക്കെ ഓടിയതിന്റെ ക്ഷീണമൊക്കെ അങ്ങ് തീർത്ത് വന്നു. അതെ. നമ്മളിപ്പം ഒരു 20-30 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 180 ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 150 സ്റ്റാഫിൻ്റെ പീപ്പിൾ മാനേജ്മെൻറ്റ് അത് ചെറിയ കാര്യമല്ല. ഇതിനേക്കാളും വലിയ ആൾക്കാർ മാനേജ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കിത് പ്രാക്ടീസ് ഇല്ലാത്തൊരു സംഗതിയാണ്. എനിക്ക് ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നല്ലാതെ ഇത്രയും പേരെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റ്. അത് എൻജോയ് ചെയ്യാതെ രക്ഷയില്ല. പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റ്. ആൻഡ് അതിലൂടെ ഓരോരുത്തരെയും, ഇപ്പം നമ്മുടെ ക്ലീനിങ് സ്റ്റാഫുണ്ട്, സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു ഭയ്യ, നോർത്ത് ഇന്ത്യനാണ്. അവൻ വന്നിരിക്കുന്ന ക്ലീനിങ് സ്റ്റാഫ് തന്നെയാണ്. ഇപ്പം അവനൊരു സൂപ്പർവൈസറാണ്. അവൻ്റെ കീഴിൽ 3 പേരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഓരോ മേഖലകളിലും ഓരോരുത്തരെയും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. മാനേജ് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയുക മടി അങ്ങനത്തെ ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യും, അവിടെ നിന്ന് പൊക്കുകയും ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റിൽ ഒരു ഓർഗനൈസേഷനിൽ ചുമ്മാ ഒരു സ്ഥലം ഓക്യുപ്പൈ ചെയ്തിരിക്കരുത്, വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ല. ഇഫ് യു വാണ്ട് വർക്ക് യു വർക്ക്. അല്ലാതെ ചുമ്മാ ഒരു സ്ഥലം പേരിന് വേണ്ടി വന്നിരുന്ന് ഓക്യുപ്പൈ ചെയ്തിരുന്ന് ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കളയരുത്. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി ഈ പാരമ്പര്യ സംവിധാനങ്ങളെക്കാൾ എങ്ങനെയാണ്?
മാറിയിരിക്കുന്നത്. കാരണം കോട്ടക്കൽ പോലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട്. കോട്ടക്കൽ നമുക്ക് നവരത്ന ആയുർവേദ സ്ഥാപനങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒട്ടനവധി സ്ഥാപനമാണ്, പേര് പറയുന്നില്ല, ഔഷധങ്ങൾ തുടങ്ങിയ ഗവൺമെൻറ് സെക്ടറിൽ പോലും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉഴിച്ചിലും പിഴിച്ചിലും തിരുമ്പലും കളരിയും മർമ്മവും ഒക്കെ ഉണ്ട്. അത് നമുക്കൊരു ചാരകനും സുശ്രുതനും തുടങ്ങുന്ന പാരമ്പര്യമുണ്ട്. അവിടെയാണ് ഒരു മോഡേൺ മെഡിസിൻ്റെ സാധ്യതയുമായിട്ട് ഓൾഫിസിയോ വരുന്നത്. അതിൻ്റെ ഒരു സാധ്യത എന്താ ശരിക്കും? അതിൽ വല്ല പ്രത്യേകിച്ചും പറയാനുണ്ട്? അതിൽ ഞങ്ങളെല്ലാ മേഖലകളിലും കൈകടത്തണില്ല. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മെയിൻലി പോസ്ചറൽ റിലേറ്റഡും സ്കെലിറ്റൽ അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചികിത്സയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചികിത്സയിൽ എഫക്റ്റീവ് ആവുള്ളൂ. ഡെഫിനറ്റ്ലി പല കാര്യങ്ങൾക്കും പലതിനും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഈ പോസ്ചറൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഈ എന്താ പറയുക മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലംസിനും കിഴി അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ പഥ്യം അത് മാത്രം പോരാ. അതിനോടൊപ്പം തന്നെ പോസ്ചറൽ ഐഡൻറ്റിഫിക്കേഷനും സ്ട്രെങ്തനിങ് എക്സസൈസും പാറ്റേണുകൾ മാറ്റി അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസുകൾ കൊണ്ടുവരുന്നതും ഇതിനോട് ക്ലബ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതായത് ഇപ്പോൾ ഞാൻ ഇത്തിരി നെഗറ്റീവ് ആസ്പെക്റ്റിൽ ചോദിക്കുകയാണ്. അതായത് ആയുർവേദത്തിലേക്ക് കാണുന്ന കിഴിയും പരടിയൊന്നും പിടിച്ചതുകൊണ്ട് പൂർണ്ണമായൊരു ഫലം കിട്ടില്ല എന്നുള്ളതാണോ ഉത്തരം? നമുക്ക് ഇപ്പം എഫക്റ്റ് എന്ന് പറയുന്നത് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടും. പെയിൻ മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷേ എന്താണ് ഈ പെയിൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് പോവില്ല. ഈ പെയിൻ എന്ന് പറയുന്നത് ബോഡി തരുന്നൊരു സിഗ്നൽ മാത്രമാണ്. ദാറ്റ് എനിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് തലച്ചോറിലോട്ട് തരുന്നൊരു സിഗ്നൽ മാത്രമാണ്. ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ പിന്നാലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ്റെ പിന്നാലെ നമ്മൾ പോവില്ല. പക്ഷെ മിക്കവാറും പെയിൻ കുറച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് ഈ മുട്ടുവേദനയുണ്ട്, ഈ മുട്ടുവേദന എനിക്ക് കുറച്ചാൽ മതി. അപ്പോൾ കിഴി വെച്ചു, നമ്മൾ പല കാര്യങ്ങളും ചെയ്തു. കിഴി മാത്രമല്ല, നമ്മൾ ഫിസിയോതെറാപ്പിയിൽ തന്നെ അൾട്രാസൗണ്ട് ചെയ്തു, സ്റ്റിമുലേഷൻ വെച്ചു, പെയിൻ കുറഞ്ഞു. പക്ഷേ ഒരു 10 ദിവസം വീണ്ടും നമ്മൾ നടക്കുമ്പോൾ ഈ വേദന വരുവാണെന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ ഹിപ്പ് അലൈൻമെൻ്റ് ആയിരിക്കാം, തടി വെച്ചതായിരിക്കാം, ചിലപ്പം നമ്മുടെ മുട്ട് വളഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഫുട്വെയർ ആയിരിക്കാം. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. ഈ വേദന ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, എനിക്കിപ്പോൾ നടുവിന് ഇവിടെ ഒരു പെയിൻ വന്നു എന്ന് കരുത്, അത് എന്തിൻ്റെ ലക്ഷണമായിട്ടാണ് പെട്ടെന്ന് പറയാം? അപ്പം ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത്, ഇപ്പം കുറച്ച് നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു സൈഡിലോട്ട്, അതെ ഒരു സൈഡിൽ, ഇപ്പം ഞാനിരിക്കുന്നത് ഒരു സൈഡിലോട്ട് ചാഞ്ഞ് വെയിറ്റ് കൊടുത്തിട്ടാണ്. ഇപ്പം തന്നെ ഒരു ഹിപ്പിനൊരു ടിൽറ്റ് വന്നു. ഞാൻ എൻ്റെ കാല് ഇതുമ്മ കയറ്റി വെച്ചിട്ട് കുറേ നേരമായി. അപ്പം ലെഫ്റ്റ് ലെഗ് സ്ട്രെയിനിലാണ്, ഓവർ സ്ട്രെച്ച്ഡ് ആണ് ഓൾറെഡി ഇരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഈ ഷിഫ്റ്റ് എല്ലാം L4 L5 ഡിസ്പൾജിൻ്റെ അവിടെ, ഡിസ്കിൻ്റെ അവിടെയാണ് കൂടുതൽ ലോഡ് വന്ന് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ മാറ്റാനും സമയാസമയങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ലോഡ് വരുന്നതിന് കുറേ അത്യാവശ്യം ഡാമേജ് നമുക്ക് ഉണ്ടാക്കി തരും. ആ ഡാമേജ് കൺട്രോൾ ചെയ്യുകയും അതില്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ എഫക്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പൊതുവെ പറയുന്നത് കാലിലേക്ക് തരിപ്പ് വരുന്നു. അത് L4 L5 സാധാരണ L4 L5 ഡിസ്പൾജ് അതിൻ്റെ സിംറ്റമായിട്ട് ഇപ്പോൾ സയാറ്റിക്ക എന്ന് പറയും. പക്ഷേ L4 L5 ഡിസ്പൾജ് ഓരോ ഇഷ്ടികേൻ്റെ മുകളിലും ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മുടെ നട്ടൽ ഉണ്ടാക്കിയിരിക്കണേ. അതിൻ്റെ ഇടയിൽ സിമെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയൊരു കുഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ എഡ്ജുകളിൽ കൂടുതൽ ലോഡ് വന്ന് തുടങ്ങും. കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിട്ട് പോകണം. ഇത് ഇല്ലാണ്ടാകുമ്പോഴാണ് ഈ കുഷൻ പതുക്കെ പുറത്തോട്ട് തള്ളി വരുന്നത്. ഈ തള്ളി വരുമ്പം കുറച്ച് ഇലക്ട്രിക്കൽ ലൈൻസുകൾ പുറത്തോട്ട് വേറെ പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ ഇറിറ്റേറ്റ് ചെയ്യും. ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തരിപ്പായിട്ട് വരുന്നത്. ഈ പെഡലിൽ വരുന്ന വേദന ഇത് തന്നെയാണോ? സെയിം തന്നെ. വേദനകളെല്ലാം ശരിക്കും പോസ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ ഇരിപ്പ് അതുമായി ബന്ധപ്പെട്ടതാണ്. വേദന ബോഡി ജനറേറ്റ് ചെയ്യുന്നത്, വേദന 3 കാര്യങ്ങളായിരിക്കും ബോഡി ജനറേറ്റ് ചെയ്യുക. ഒന്ന് പെയിൻ, ഒന്ന് സ്വെല്ലിങ്, ഒന്ന് ടിംഗ്ലിങ് സെൻസേഷൻ. പെയിൻ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ടിഷ്യൂ ഡാമേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് അർത്ഥം. എന്തുകൊണ്ട് വരുന്നുള്ളത് അപ്പോഴും പറയണില്ല, എന്നാൽ ഡാമേജ് അവിടെ നടക്കുന്നുണ്ട്. സ്വെല്ലിങ്, ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ബോഡീൻ്റെ ബ്ലഡ്
എന്തെങ്കിലും ഇപ്പോൾ ഒരു മുറിവ് ഉള്ളിലുണ്ടോ. അപ്പം ബോഡിക്ക് നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, ബോഡിക്ക് ബോഡിയുടേതായ ട്രീറ്റ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്. അവിടേക്ക് അത്യാവശ്യം ഇൻഫ്ലമേഷൻ സെൻഡ് ചെയ്യുന്നത് അവിടെ ഹീൽ ചെയ്യാനുള്ള പാർട്ടിക്കിൾസ് അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നീര്. ടിംഗ്ലിംഗ് സെൻസേഷൻ മിക്കവാറും വരുന്നത് ഈ തരിപ്പ് എന്നൊക്കെ പറയുന്നത് നെർവ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നെർവും കൂടിയും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻലി ഉണ്ടാവുന്ന സംഗതികൾ. പക്ഷെ ഇത് 3 സിഗ്നലുകളാണ് ബോഡീൻ്റെ. ഇത് എത്ര നാൾ കൊണ്ട് മാറും? ഡിപ്പെൻഡിങ് അപ്പോൺ ഏജ്. 20 മിനിറ്റ് കൊണ്ടൊക്കെ മാറും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം വന്നു, രാവിലെ വല്യമ്മ വന്നത് തീരെ നടക്കാൻ വയ്യാണ്ട് വേദനയായിട്ടാണ്. അത് കഴിഞ്ഞ് വല്യമ്മേനെ കൊണ്ട് വെയിറ്റ് ഇടിപ്പിക്കുന്നു, പരിപാടി ചെയ്യിപ്പിക്കുന്നു, വല്യമ്മ തലകുത്തി മറിയുന്നു, അതിൻ്റെ താഴെ വല്യമ്മ യാഹു എന്നൊക്കെ പറയുന്ന സാധനം വെച്ചിട്ട് വല്യമ്മ അതിൻ്റെ കേരളത്തിലെ എന്തും സെല്ലാവും. ഈസി വേ ഓഫ് സൊല്യൂഷൻ. 2 ചീപ്പ്, 3 ഫ്രീ. ഈ 3 സംഗതിയും കൂടിയും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളയിൽ നന്നായിട്ട് സെല്ലാവും. പക്ഷേ ഇതിൽ നിന്ന് എന്ത് ഗുണം കിട്ടുമെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. മില്യൺസ് ഓഫ് ആൾക്കാരാണത് കണ്ടിട്ട് ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇത് ഒരു അത്ലറ്റ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു UK അല്ലെങ്കിൽ US അവരുടെ അടുത്തൊക്കെ ഈ ഒരു മെത്തേഡാണ് പറയണമെങ്കിൽ അവരത് തിരിഞ്ഞു നോക്കി തന്നെയില്ല, വിട്ടുകളയും. കാരണം ഇതുകൊണ്ട് ഈ കൈ പിടിച്ചിടുന്നവർ ഇതുകൊണ്ട് ഫെർദർ ഡാമേജ് വരുന്നു എന്നുള്ളത് അവർക്ക് അവെയറാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പലരുടെയും നടു പിടിച്ചിടുക, കൈ ഇങ്ങനെ പിടിച്ചിടുക, ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ്, ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്നത്. അപ്പം അല്ലെ കെട്ടിവെക്കുക. അപ്പം എല്ലാം മോശം എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റേതായ എല്ലാത്തിനും ഇത് മാത്രം സൊല്യൂഷൻ അല്ല താനും. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കളിക്കുന്ന സമയത്ത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിട്ട് തന്നെ വേണം. അത് ഐദർ ഡോക്ടേഴ്സ് ഇടായിരിക്കാം, അല്ലെങ്കിൽ മുറിവൈദ്യന് ഇടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരനെ ഇടായിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് സ്റ്റെബിലിറ്റി കൊടുത്ത് അതിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മസിൽസ് ലോസ് ഉണ്ടാവുകയോ പെയിൻ ഉണ്ടാവുകയോ ശ്രദ്ധിക്കാതെ വീണ്ടും കളിച്ചെന്ന് വിചാരിക്കുക. വീണ്ടും 2ാമത് ഡിസ്ലൊക്കേറ്റ് ചെയ്തു, 3ാമത് ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ എത്ര പിടിച്ചിട്ടിട്ടും കാര്യമില്ല, പിന്നെ സർജറിക്ക് തന്നെ പോകണം. ആ ഫസ്റ്റ് പിടിച്ചിട്ടതിൽ അവനെ നിർത്തി അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് ആ സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കാണ്ട് അവനെ കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാതെ അവനെ വീണ്ടും കളിച്ചോളാൻ പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ദ്രോഹം. ഇനി അടുത്ത എൻ്റെ ഒരു സംശയം ഉണ്ടല്ലോ, എല്ലാ ആൾക്കാരും പറയും, ജിമ്മുകാർ പറയും മസിലാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടതെന്ന് പറയും, നിങ്ങൾ പറയും പോസ്റ്ററാണ് കറക്റ്റ് ആക്കേണ്ടതെന്ന് പറയും, ചില ആൾക്കാർ ഇത് വലിച്ചിടുവാണ് ചെയ്യേണ്ടതെന്ന് പറയും. ശരിക്കും ഈ എല്ലാവർക്കും ഈ വേദനയുണ്ട്. എൻ്റെ ചുറ്റിലും എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ പെയിൻ ഉണ്ട്. ഭയങ്കര ഉപദേശം. ഗൂഗിൾ നോക്കുമ്പോൾ കിട്ടുന്ന ഉപദേശമല്ല ഫേസ്ബുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്, ഫേസ്ബുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഉപദേശമല്ല ജിമ്മിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഓരോ ഡോക്ടറും ഓരോ ഉപദേശം. ശരിക്കും എന്താ ഇതിൻ്റെ സത്യം? ഞാൻ ഒരു ബേസിക് സംഗതിയിൽ പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ ഡ്രസ്സ് മാറ്റിയെന്ന് വിചാരിക്കുക, ഈ സ്കിന്ന് മാറ്റി, ഓക്കെ, നമ്മുടെ ഫാറ്റ് അതിൻ്റെ ഇപ്പോൾ സ്കിന്നിൻ്റെ അടിയിൽ കുറച്ച് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്, അത് മാറ്റി, ഇൻറ്റസ്റ്റൈനൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ഒരു എല്ലായിട്ട് കിട്ടും. മൊത്തം എല്ലുകളാണല്ലോ പിന്നെ ഉണ്ടാവുക. ഈ എല്ലുകളിനെ ഒരു കയറ് പോലെ തൂക്കി പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു, വിട്ട് കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്ത് കിടക്കും. വിച്ച് മീൻസ് ദാറ്റ് എല്ല് മാത്രം നമുക്ക് കാര്യമില്ല, എല്ലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണ്, ടെൻഡൻസും ആണ് നമുക്ക് ഈ സ്ട്രക്ചർ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ എല്ലിനെ ഈ ഫ്രെയിം വർക്കിൽ ഗ്രാവിറ്റീനോട് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മസിൽസിന് ശക്തി വേണം. ഫസ്റ്റ് തിങ് അതെ. ഈ മസിൽസിന് ആരെ സിഗ്നൽ കൊടുക്കണേ നീങ്ങണം എന്നുള്ളത് ആ ബ്രെയിനിൽ നിന്ന് നെർവ് റിലേറ്റഡ് ആയിട്ട്. ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരും തേടേണ്ട കാര്യമില്ല. അതായത് ഈ എല്ലുകളിനെ നീക്കേണ്ടത്, എന്നാൽ എല്ലില്ല എന്ന് വിചാരിക്കുക, മസിൽ മാത്രമാണെങ്കിൽ അതും ഒരു മാസമായിട്ട് കിടക്കുള്ളൂ, ഒരു പിണ്ടായിട്ട് കിടക്കുള്ളൂ. ഈ എല്ലുമയ്ക്ക് ഈ മസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് തന്നിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഫ്രെയിം വർക്ക് ഇല്ല. സോ എ കോമ്പിനേഷൻ ഓഫ് ബോൺ, എ സോളിഡ് സബ്സ്റ്റൻസ് ആൻഡ് മസിൽസ് ഓർ ടെൻഡൻ, ലൈക്ക് എല്ലാം കൂടി കോമ്പൈൻഡ് ആയിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു രൂപം, ഈ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു രൂപം വന്നിരിക്കുന്നത്. ഇനി ഈ രൂപം എത്ര സ്പീഡിൽ നീങ്ങണം, എത്ര സ്പീഡിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, എത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത്
ആ മസിൽസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്, സ്ട്രെങ്ത് വെച്ചിട്ടാണ്. അതെ, എല്ലിൻ്റെ സ്ട്രെങ്ത് അല്ല. അതെ. ഇതാണ് ബേസിക്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറേ ഉപദേശങ്ങൾ കിട്ടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടല്ലോ. ഈ വേദന വരുമ്പോൾ ഇത് എന്ത് വേദനയാണെന്ന് മനസ്സിലാക്കാനും കബളിപ്പിക്കപ്പെടാതിരിക്കാനും ഓൾ ഫിസിയോയിൽ വരണമെന്ന് പറയരുത്, അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സോറി, ഒന്നും കൂടി പറയോ? അതായത് ഇപ്പോൾ എനിക്ക് നടുവേദന വന്നു, ഇത് എന്തിൻ്റെ വേദനയായിരിക്കാം, ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു മുറിവൈദ്യം വീട്ടിൽ ചെയ്ത് നോക്കൂലോ, ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അല്ല, ഇപ്പം ചില വേദനകൾ നമ്മൾ റെസ്റ്റ് എടുത്താൽ പോകുന്നുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ ചൂട് പിടിച്ച് റെസ്റ്റ് എടുത്താൽ പോകുന്നുണ്ട്. മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു, ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇത് റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് സമയം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ പെയിൻ വന്നു, വീണ്ടും അതേ സെയിം സാധനം തന്നെ ചെയ്തു, വീണ്ടും അത് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നില്ലെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കണം. ഇത് എനിക്ക് ഇത്രയും സമയം എടുക്കും ഈ വേദന മാറ്റാനായിട്ട്, ഇത് വന്നുകൊണ്ടേയിരിക്കും, ഞാൻ അതിൻ്റെ പ്രോസസ്സിലാണ് ഇത് മാറ്റാനുള്ളത്, അതുകൊണ്ട് അവെയർ ആയിരിക്കണം. അവെയർനെസ് ഇല്ലെങ്കിൽ ആദ്യം തേടേണ്ടത് നമുക്ക് ഈ അവെയർനെസ്സാണ്. ദാറ്റ് ഇത് എന്തുകൊണ്ട് ഓരോ പീരീഡ് കഴിയുമ്പം നമുക്ക് വരുന്നുള്ളത് അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതെ, നമുക്ക് സ്വന്തം ഈ അസുഖമുള്ള ആൾക്ക് ബ്രെയിനിലോട്ട് ഒരു അവെയർനെസ് ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സമാധാനം കിട്ടും. കാരണം വേദന ഉണ്ടെങ്കിലും ഈ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിലും എനിക്ക് ഇതുകൊണ്ടാണ് വരണേന്നുള്ളൊരു ഐഡിയ കിട്ടിയത് തന്നെ വലിയൊരു സമാധാനം, സൊല്യൂഷൻ ആകും. അടുത്തൊരു ചോദ്യം, ഈ മുട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിരികിരാന്നുള്ള ഒച്ച കേൾക്കുക, അപ്പോൾ അവരൊക്കെ എക്സസൈസ് ചെയ്യുകയും ഓൾ ഫിസിയോലൊക്കെ ഒന്ന് ചെയ്തിട്ട് കാര്യമുണ്ടോ, അതോ അവർ മെഡിസിൻ എടുക്കുകയാണോ ചെയ്യേണ്ടത്? മെഡിസിനിൽ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ പെയിൻ മാനേജ്മെൻറ്റും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ആസ്പെക്റ്റാണ് കൂടുതൽ ഇങ്ങനത്തെ ആസ്പെക്റ്റിലുള്ളത്. അപ്പം കിരികിര ശബ്ദം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ആ കൂടി ഈ കിരികിര ഉണ്ടാക്കാനായിട്ടുള്ളത് എല്ല് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും എല്ലായിട്ട് ഉറയാൻ പാടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് പറയണു എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. എല്ലാത്തിനും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് ചികിത്സയ്ക്ക് മുൻപ് ചെയ്യേണ്ടത് ഒരു ആറാണ്ടിയാണ്, എന്നാ പറ്റിയെന്നുള്ളതാണ്. അതെ അതെ. ഇപ്പം മുട്ടിൻ്റെ അവിടെ ഒരു തേയ്മാനം വന്നു, പക്ഷേ പ്രോബ്ലം കിടക്കുന്നത് റൈറ്റ് ഹിപ്പിൻ്റെ അവിടെയാണ്. നമ്മൾ പലപ്പോഴും അത് നോക്കാറുണ്ട്. അതായത് ഒരു ഹിപ്പ് കയറി ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹിപ്പ് കയറി ഇറങ്ങി നിൽക്കണമെങ്കിൽ ലെഫ്റ്റ് മുട്ടിൻ്റെ അവിടേക്ക് ലോഡ് കൂടുതലായിരിക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുട്ടിൻ്റെ അവിടേക്ക് വരും. അമ്മ പറയുന്നത് അല്ലെങ്കിൽ ആൾ പറയുന്നത് എനിക്ക് ഈ ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഇവിടെ ഭാഗത്തൊരു വേദന ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഞാൻ അൾട്രാസൗണ്ടും സ്റ്റിമുലേഷനും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ പെയിൻ വരും. അപ്പം ഞങ്ങളുടെ അടുത്തൊന്നും പോവായിരിക്കാം, കിഴി വയ്ക്കാൻ പോകും, അല്ലെങ്കിൽ അതും പോയി കഴിഞ്ഞിട്ട് വല്ല PRPയോ അല്ലെങ്കിൽ വല്ല സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ ചെയ്യാൻ പോകും, അതും അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കും. ഇതിൻ്റെ മെയിൻ സംഗതി ഹിപ്പിലാണ് കിടക്കണമെന്നുള്ളത് മനസ്സിലാക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2015 നമ്മൾ തുടങ്ങുന്നത്, ഇപ്പോൾ ഏകദേശം 10 വർഷങ്ങൾ പിന്നിട്ടു. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൗഡ് മൂമെൻ്റ് എന്താ? 2015 ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു, ദാറ്റ് ആഷ്ലി നിന്നെ കാണാനായിട്ട് ആരാ വരാൻ പോണേ, ഓക്കെ ആരാണ് ഇത് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ആരാണ് വരാൻ പോണേ? അപ്പം ഒരു ഡോക്ടറാണ്. അപ്പം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വരണ്ടേ അങ്ങോട്ട്, ഒരു ഡോക്ടർ ഡിഗ്രിയിലുള്ള ഒരാൾ വരണ്ടേ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പം കളിയാക്കലായിരുന്നു. കളിയാക്കലല്ല, അത് അപ്പത്തെ സത്യാവസ്ഥയായിരുന്നു, മനസ്സിലായില്ലേ? അത് കളിയാക്കലൊന്നുമല്ല, അത് സത്യാവസ്ഥയായിരുന്നു. ദാറ്റ് എന്നെ ആരും അവെയർ ആയിരുന്നില്ല, പക്ഷെ ആ ഡോക്ടർക്ക് നല്ല പേരുണ്ടായിരുന്നു, അപ്പം ഡോക്ടർ എന്നെ വരണ്ടേ എന്നുള്ളതായിരുന്നു. ഇപ്പം പല ഹോസ്പിറ്റലിൽ നിന്നും പല റെപ്പർമാരും വന്നിട്ട് അങ്ങോട്ട് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സ്റ്റേജിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. അവരിവിടെ വരും, ഇവിടെ വരും, നമ്മുടെ ക്ലിനിക്കിലോട്ട് വരും. അപ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റാണ്. അത് അവരെ മോശമായിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ നിന്ന് ഇങ്ങനൊരു ചേഞ്ച് ഓവർ വരുത്താൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യമല്ലാണ്ട് ഒരു കഠിനാധ്വാനമാണ്. അതെ 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 അതെ. ഭാഗ്യം എന്ന് നമുക്ക് ചുമ്മാ പറയാന്നേ ഉള്ളൂ, കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അതിനേക്കാളും കൂടുതൽ എന്താ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ചെയ്തിരിക്കുന്നത് അത് ക്ലിക്കായി. അതായത് ഒരു സിസ്റ്റമാണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യണത്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ അത് ക്ലിക്കാവുന്നുണ്ട്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിലും തോളത്തട്ടി പറഞ്ഞില്ലെങ്കിലും ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇസ് റൈറ്റ്, വി ആർ ബെനിഫിറ്റിംഗ് എന്ന് തോളത്തട്ടി പറഞ്ഞില്ലെങ്കിലും ഈ
ബിഹേവിയറിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ഉണ്ടായി. ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് സങ്കടപ്പെടുന്ന വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ഭയങ്കര വിഷമമൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയ ഒരു അവസ്ഥ? അതെ, ഇഷ്ടംപോലെ ഉണ്ട്. അത് ഒന്ന് ഡീഫെയിം ചെയ്യാന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളെ തളർത്തി കളയാലെ തകർത്ത് കളയാനുള്ള സിറ്റുവേഷൻസൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തളർത്തി കളഞ്ഞൊരു സമയമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അതൊരു പാഠമാണ് നമുക്ക്. അതായത് ആ ഒരു ഏജിൽ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പം അത് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞത് ഒരു വലിയൊരു പാഠമായിരുന്നു. പല കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു. ആരൊക്കെ കൂട്ടപ്പിടിക്കാം, ആരൊക്കെ കൂടെ പിടിക്കാൻ പാടില്ല, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു പാഠം ആ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റിയത് എനിക്കൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇൻ കേസ് അത് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വീണ്ടും എന്താ പറയുക, ഇത്രയും സ്പീഡ് വരില്ലായിരുന്നു എൻ്റെ ഗ്രോത്തിന്, ഇത്രയും വാശി വരില്ലായിരുന്നു. ഒരു വാശിയായിരുന്നു. എങ്ങനെ അതിനെ ഓവർകം ചെയ്തത്? കാരണം എല്ലായിടത്തും ഈ ഡിഫമേഷൻ എല്ലായിടത്തും ചെല്ലുന്നു, ഒരു പ്രശ്നമാകുന്നു, അതിൻ്റെ പോസിറ്റീവ് സൈഡ് ആരും കാണില്ല. അപ്പം എങ്ങനെയാണ് ഇതിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വന്നത്? പിറ്റേ ദിവസം തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയി ഇരിക്കുക, ഡെഫിനറ്റ്ലി ഫേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ പറയുക, നമ്മളെ ട്രസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അവർ ക്ലിനിക്കിൽ ഷോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് നോ മാറ്റർ വാട്ട് ദേ ആർ ദെയർ ടു ബാക്ക് മീ അപ്പ് എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വൈഫിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ എന്നെ ബാക്കപ്പ് ചെയ്തത് വലിയൊരു ശക്തി തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ് അവരുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ. കരഞ്ഞായിരുന്നോ? കുറച്ചധികം കരഞ്ഞായിരുന്നു. ഒരു തമാശ പോലെ നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം പല ഇഷ്യൂസും നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഒന്നുമല്ല, ഇതിനേക്കാളും മേളിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, നമ്മളത് ക്രോസ് ചെയ്ത് വന്നതാണ് എന്ന് നമുക്ക് അറിയണോണ്ട് തന്നെ പല ഇഷ്യൂസും നമുക്ക് ഈസിലി ടെൻഷനില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സുഖമായിട്ട് അങ്ങ് പോയിക്കോളും. നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നു? ഓക്കെ. ഇത് ഏത് കാലഘട്ടത്തിലാണ് കല്യാണം കഴിച്ചത്? നല്ലൊരു ചോദ്യമാണ്. ഈ പനമ്പള്ളി നഗറിൽ നിന്ന് കാക്കനാട് എത്തുന്നതിന് മുമ്പ് കെട്ടിയായിരുന്നോ? കല്യാണമൊക്കെ കഴിഞ്ഞോ? ഞാൻ വോൾഫിസ്യൂ തുടങ്ങിയേക്കാൾ മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആണോ? അതെ. 2015 മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ല, അറേഞ്ച് മാരേജ്. വൈഫ് ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഒരു ചോദ്യം, ആയുർവേദമാണോ ഫിസിയോതെറാപ്പി ആണോ നല്ലത്? ഫിസിയോതെറാപ്പി തന്നെയാണ്. ഭാര്യ സമ്മതിക്കും? ഭാര്യ വളരെയധികം സമ്മതിച്ചിട്ടുണ്ട്. ഇല്ല, ആയുർവേദത്തിൻ്റെ സംഗതിയിൽ ഇവരുടെ ഫാമിലി 3 ജനറേഷൻ ഓഫ് ആയുർവേദ ഫാമിലിയാണ്. തോട്ടാൻ വൈദ്യർ എന്ന് പറയും. ആയുർവേദത്തിൽ ഞാനും ആളും എപ്പോഴും അടികൂടുന്നത് ഇത്രയേ ഉള്ളൂ, ദാറ്റ് നല്ലൊരു സെഗ്മെൻറ്റാണ്. ഓക്കെ, ഇപ്പം സ്കിൻ ഡിസീസ് വരട്ടെ, ഫിസിയോതെറാപ്പിക്ക് ഒന്നും ചെയ്യാനില്ല. കിഡ്നി അല്ലെങ്കിൽ വേറെ കുറേ മേഖലകളിൽ ആയുർവേദം ഇസ് ദ ബെസ്റ്റ്, നോ ഡൗട്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സംഗതിയിൽ, വിച്ച് ഇസ് മസിൽ റിലേറ്റഡും പോസ്റ്റ് റിലേറ്റഡുള്ള സംഗതിയിൽ കിഴി അല്ലെങ്കിൽ കെടുപ്പ് ചികിത്സ മാത്രമല്ല, അതിനോടൊപ്പം സ്ട്രെങ്തനിങ് കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അത് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസം. ചരകന്റെ ശുശ്രൂഷന്റെ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു. അതെ, അത് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതല്ലാതെ ആയുർവേദം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ആയിക്കോട്ടെ, കുളിക്കാനും അല്ലെങ്കിൽ സ്കിൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ധന്വന്തരി അല്ലെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആയുർവേദ ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ, ബോഡി ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആയുർവേദ ടാബ്ലറ്റ്സ് തന്നെയാണ്. പല കാര്യത്തിനും ആയുർവേദം ഇസ് ദ ബെസ്റ്റ്. പക്ഷേ ഈ ഒരു മേഖലകളിൽ വരുമ്പോൾ ഇതും കൂടിയും കമ്പൈൻ ചെയ്തിരുന്നെങ്കിൽ ആയുർവേദം നന്നായിട്ട് തന്നെ വന്നേനെ. ശരിക്കും താങ്കൾ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ എന്നോട് നേരത്തെ പറഞ്ഞൊരു വാക്ക് ഞാൻ കടപിടിക്കുകയാണ്. നമ്മുടെ ബോഡി ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. അത് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ വയറുകൾ മടങ്ങുകയും ചുരുങ്ങുകയും ചെയ്യാം. അത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ആവശ്യകതയാണ്. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പരിഹരിക്കുക എന്ന് പറയുന്നതാണ് വോൾഫിസിയോടെ ദൗത്യം. അത് പരിഹരിക്കണേക്കാളും മുന്നേ പരിഹരിക്കാൻ ഇത്തിരി സമയമെടുക്കും. മിക്ക സംഗതികളും ഇത്തിരി സമയമെടുക്കും. അപ്പോൾ പരിഹരിക്കണേക്കാളും മുന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, ഒന്ന് സമാധാനപ്പെടുക, നമുക്ക് പരിഹാരമുണ്ട്, ആൻഡ് അതിലോട്ട് നിങ്ങൾ ഒന്ന് ചെവി അല്ലെങ്കിൽ കണ്ണ്
ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ വോൾഫ് ഫിസിയോനെ സംബന്ധിച്ചോളം സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളതല്ല, സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ആ സൊല്യൂഷനിലേക്ക് എത്താം. ഒരുമിച്ചുള്ള യാത്രയാണ് ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകാം, അതിൽ എക്സസൈസുകളുണ്ട്, അതിൽ തിരുമ്പലുകളുണ്ട്, അതിൽ ഒരു ഓൾ ടുഗദർ ഒരു പാക്കേജ് ആയിട്ടാണ് തീർച്ചയായിട്ടും റൺ ചെയ്യുന്നത്. ഒരാളെ കാണുക, അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അതെ അതെ അതെ. അപ്പോൾ അതിൽ ഇപ്പം എത്ര കസ്റ്റമേഴ്സ് ആയി കാണും? നമ്മളിപ്പോൾ ഡെയിലി ഒരു 150 പേഷ്യൻസിനെ കാണുന്നുണ്ട് ഓൾ ടുഗദർ, എല്ലാ ക്ലിനിക്കുകളിലും വെച്ചിട്ട് ഒരു 150 പേരെ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് ഡെയിലി. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഈ നിങ്ങളുടെ മുന്നിലെത്തുന്ന പേഷ്യൻസ് പലരും ഭയങ്കര വേദനയോടെ വരുന്നതാണ്. ഈ അങ്ങനെ ഓർത്തെടുക്കുന്ന വേദന മാറ്റി ഭയങ്കര സന്തോഷം കിട്ടിയ അങ്ങനത്തെ സാഹചര്യം എന്തെങ്കിലും ഒരു ലൈഫിൽ പെട്ടെന്ന് പറയാനുണ്ടോ? ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്, ഇപ്പോൾ ഒരു ഹിരായാമ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഹിരായാമ എന്ന് പറഞ്ഞ കണ്ടീഷൻ എനിക്ക് ഈ വാക്ക് തന്നെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു കണ്ടീഷനായിട്ട് ഒരു പയ്യൻ വന്നായിരുന്നു നമ്മുടെ ക്ലിനിക്കിൽ. അപ്പം അതിനെ ഞാൻ റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ നോക്കി, എൻ്റെ ടീമായിട്ട് തന്നെ പഠിക്കാൻ നോക്കി. എല്ലാവർക്കും അത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ അവെയർ അല്ല. പക്ഷേ നമ്മളെ ഒന്ന് പഠിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് അവൻ എല്ലായിടത്തും പോയി കഴിഞ്ഞതാണ്, ഇനി വേറെ ഹോപ്പില്ല, ഇനി ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം നമുക്കും അറിയില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഞാൻ എനിക്കൊരു 2 ദിവസം സമയം എന്താ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് നോക്കി ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന്. ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാനുണ്ട്. ദ സർട്ടൻ തിങ്സ് ദാറ്റ് വി ഡിഡ്. എനിക്ക് എന്താണ് ഈ അവസ്ഥയുടെ പ്രത്യേകത എന്നും കൂടെ പറയാൻ പറ്റും? കാരണം നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അവനിപ്പം കൈയൊന്നും പൊന്തിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, ഒരു പെൻ പിടിക്കാൻ പറ്റില്ല. ഡീജനറേറ്റീവ് ഒരു കണ്ടീഷൻ പോലെയാണ് അത് വരാറ്. പക്ഷേ ഇത് ടാബ്ലറ്റ്സുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കൊല്ലങ്ങളായി അതിൻ്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നിട്ട് സ്ട്രെങ്തനിങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റിമുലേഷനും ചെറിയ റിലീസും പാട്ടൊക്കെ പോയി. എൻ്റെ ഓഫീസിലൊരു പിക്ചർ ഇരിക്കുന്നുണ്ട്. വൺസ് അവൻ അത് ഓവർകം ചെയ്തിട്ട് ഫസ്റ്റ് വരച്ച പടം എൻ്റെ ആയിട്ട് അവിടെ ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ആർട്ടിസ്റ്റായിട്ട് ഓൾ റൗണ്ട് ഉണ്ട്. പേര് പറയാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേര് അറിയില്ല. ഞാൻ വിട്ടുപോയി അവൻ്റെ പേര്. ഇന്ന് തപ്പിയെടുത്തിട്ട് ഞാൻ ഡെഫിനറ്റ്ലി അവനൊന്ന് ഒരു ഷോയിലോട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ഈ അടുത്ത് തന്നെ. കാരണം ഞാൻ പൂർണ്ണമായിട്ടും മാറ്റി, അതും മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷം കിട്ടും. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒരു സാഹചര്യമാണ്. അതെ, ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ പലതും പഠിക്കുന്നതും. പിന്നെ രണ്ടാമത്തെ കേസ്, ഇപ്പോഴത്തെ പുതിയ ഫിസിയോസിന് സാലറി അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു പേഷ്യൻ്റെ പെയിൻ മാറ്റാൻ നമ്മുടെ കൈ, ഞാൻ പറയുന്ന ഫിസിയോസിനെയും ഈ സർവീസ് ഇൻഡസ്ട്രിയിലുള്ളതാണ്, നമ്മുടെ കൈ ഒരു ഹീലിംഗ് ഹാൻഡ്സാണ്. അതായത് നമ്മളിൽ ത്രൂ ഹീലിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ബോഡീസാണ്. അതിനെ ആ ഒരു ആംഗിളിൽ നമ്മൾ എന്ന് നോക്കി തുടങ്ങണോ, എന്ന് ആ ഒരു ആംഗിളിൽ നമ്മളൊരു ബോഡി ടച്ച് ചെയ്യണോ, അത് വലിയൊരു ആസ്പെക്റ്റാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും നമുക്ക്. ഒരു കൈപുണ്യം. അതെ, പഴമക്കാരായ കൈപുണ്യം. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ബോഡി ടച്ച് ചെയ്യുമ്പം നമുക്ക് അറിയും ദാറ്റ് ഇതൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത്. പഴയ പഴഞ്ചൊല്ലുണ്ട്, ആയവനേകിയ വെള്ളവും തീരാവാദിക്ക് ദിവ്യ ഔഷധം എന്നാണ് പറയാറ്. വെറുതെ വെള്ളം കൊടുത്താലും മതി, അത് നല്ലവൻ്റെ കൈപുണ്യത്തെ കൊടുക്കുകയാണെങ്കിൽ അതൊരു ദിവ്യ ഔഷധം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. കൈപുണ്യത്തിനും ഒരു കാര്യമുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരുവിധം ഫിസിയോതെറാപ്പി പ്രൊഫഷണൽ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതാണ് ദാറ്റ് ആ ഒരു ആസ്പെക്റ്റിൽ നമ്മുടെ കൈകളും നമ്മുടെ ശരീരവും ഒരാളുടെ വേദനയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ബോഡീസാണ്. അപ്പം ആ ഒരു പാവനതയോടുകൂടി നമ്മളതിനെ കാണണം. നമുക്ക് വേണ്ടി ഒട്ടനവധി സമയം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂറിൽ ഏറെയായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഞാൻ ഈ ഓൾ ഫിസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടിട്ട് നമ്മൾ നേരത്തെ പരിചയമുണ്ടെങ്കിലും ഒരു തൃശ്ശൂരുകാരൻ, ഒരു സാധാരണ ഒരു വ്യക്തി, അയാളുടെ ജീവിതത്തിൽ നിന്ന് ഈ തിരുമ്മിൽ നിന്നൊക്കെ അന്യപ്പെട്ടു പോകാവുന്ന ഒരു വ്യക്തി UK പോയി കാഴ്ചപ്പാട് മാറ്റി അവിടെ നിന്ന് തിരിച്ചു വന്ന് ശരിക്കും ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു ബ്രാൻഡ് എന്ത് ചെയ്തു, കേരളത്തിലുണ്ടാക്കി. 100% കയ്യടി വേണ്ട ഒരു വിജയമാണ്. ആ വിജയത്തിന് ഇനി ഒരുപാട് തലങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഉള്ള ഇത് ഒരു 100-100-ലധികമോ
എന്തുവായിട്ട് ഒരു ബ്രാഞ്ചുകളായിട്ട് വളരട്ടെ. അതിൽ 150 എന്നുള്ളത് 1500 2000 ഒക്കെ സ്റ്റാഫുകളാകട്ടെ. കാരണം നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ആൾക്കാരുടെ വേദനകൾ ശമിപ്പിക്കുന്ന ഒരു സംരംഭമാണ്. മറ്റ് സംരംഭത്തിനേക്കാൾ ഏറെ നന്മയാണ്. കാരണം ഒരാളുടെ പരസഹായമില്ലാതെ നടക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ മഹത്വമൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ഇനിയും ഒരുപാട് പേർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കൈകൾക്ക് കൂടുതൽ പുണ്യം വന്നു ചേരട്ടെ, കൈപുണ്യം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും നിങ്ങളുടെ പാർട്ട്ണർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.